ഇപ്പോൾ നിൽക്കുന്നത് പയ്യന്നൂരിലെ ഗവൺമെന്റ് മാപ്പിള എൽ പി സ്കൂളിന് മുൻപിലാണ്. ഈ കെട്ടിടം കാണുമ്പോൾ നിങ്ങളൊന്ന് അത്ഭുതപ്പെട്ടേക്കാം, ഈ കേരളത്തിൽ ഇങ്ങനെയും ഒരു സ്കൂൾ കെട്ടിടം ഉണ്ടോ എന്ന്. എന്നാൽ അത്ഭുതപ്പെടേണ്ട കേട്ടോ, ഇന്ന് ആ സ്കൂൾ കെട്ടിടം അല്ലെങ്കിൽ ആ സ്കൂൾ ഇന്ന് പ്രവർത്തിക്കുന്നത് ഇവിടെയല്ല. ഉമ്മൻചാണ്ടി സർക്കാർ പൂട്ടാൻ വച്ച ആ സ്കൂൾ ഇന്ന് മികവിന്റെ പാതയിലാണ്. ആ മാറ്റം നമ്മളോട് പറയുന്നത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളം എങ്ങനെ മാറി എന്നതിന്റെ കഥ കൂടിയാണ്. അപ്പോൾ ആ കാഴ്ചയിലേക്കാണ് ഇന്ന് നാട്ടുവണ്ടിയിൽ നമ്മൾ പോകുന്നത്. കഴിഞ്ഞ 9.5 വർഷം കൊണ്ട് ഈ നാട് എങ്ങനെ മാറി എന്നതിന്റെ ഏറ്റവും തെളിമയാർന്ന കാഴ്ചകളിൽ ഒന്നാണ് പയ്യന്നൂർ നഗരസഭയിലെ ഈ ഗവൺമെന്റ് മാപ്പിള എൽ പി സ്കൂൾ. ഒരു കാലത്ത് ഈ സ്കൂൾ കെട്ടിടം പൂട്ടാൻ പോയതാണ്. പക്ഷേ അവിടെ നിന്ന് ഈ നാട്ടിലെ ജനങ്ങൾ ഒരുമിച്ച് ആ സ്കൂളിന് വേണ്ടി രംഗത്തിറങ്ങി. അങ്ങനെ ഇന്ന് കാണുന്ന ഏറ്റവും മികവാർന്ന കെട്ടിടത്തിലേക്കും സംവിധാനങ്ങളിലേക്കും ഈ സ്കൂൾ മാറിയത് ഈ നാടിന്റെ ഒരു ജനകീയ മുന്നേറ്റത്തിന്റെ കഥ കൂടിയാണ്. എന്തല്ല സുഖം? അയ്യോ എന്നൊക്കെ പറയുന്നത്. നിങ്ങളുടെ മക്കളൊക്കെ ഈ സ്കൂളിൽ പഠിക്കുന്നത് ഉണ്ടായിരുന്നു, ഇപ്പം 5ലേക്കായി. ഇവിടുന്ന് അല്ലേ? 107 വർഷം പഴക്കമുള്ള സ്കൂളാണ് അല്ലേ? 1918 ഒരു പഴയ ബിൽഡിങ്ങിൽ നിന്ന് ഇപ്പോൾ പുതിയ ബിൽഡിങ്ങിലേക്ക് മാറിയിരിക്കും. എന്ത് തോന്നുന്നു? വളരെ സന്തോഷം, വളരെ സന്തോഷം. ഈ ബിൽഡിങ്ങും ഈ സൗകര്യങ്ങളും ഒക്കെ കാണുമ്പോൾ സന്തോഷം. മോളിപ്പോ 5ലേക്കായി, അതിന്റെ ഒരു വിഷമം കൂടി ഉണ്ട്. ഇവിടുന്ന് പോയതിന്റെ അവള് പോകുമ്പോ ഇതായത് അവർക്കും കൂടി കിട്ടണമായിരുന്നു എന്ന് തോന്നലുണ്ട്. ചില ഇതെല്ലാം കാണുമ്പോൾ അരുവത്തായി അടുത്തായി. പ്രതീക്ഷിച്ചു ഇത്ര വലിയ നല്ലൊരു സ്കൂൾ ഇങ്ങോട്ടേക്ക് കിട്ടുമെന്ന്? അങ്ങനെ ചോദിച്ചാല് ഇല്ല, പക്ഷെ പെട്ടെന്നായിരുന്നു. പെട്ടെന്നെല്ലാം വളരെ വേഗത്തിലായിരുന്നു. അതിന്റെ ഒരു സന്തോഷമുണ്ട്. ഇവിടെ മക്കൾ പഠിക്കുന്നുണ്ട്. അതെ, ഇവിടെ മദർ ബേട്ടിയാണ്. പിന്നെ ഇപ്പൊ ഇത്രയും നല്ല സ്കൂള് നമുക്ക് തന്ന വാർഡ് കൗൺസിലർക്കും പിന്നെ നമ്മുടെ നഗരസഭക്കും എല്ലാം നഗരസഭയുടെ സ്വന്തം പ്രോജക്റ്റ് അല്ലേ? അതെ അതെ, അവരെ ഫണ്ടിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഇത്രയും നല്ല സ്കൂള് തന്നതിൽ നമ്മൾ അഭിമാനിക്കുന്നു. ഞങ്ങളിവിടെ അന്വേഷിച്ചപ്പോഴൊക്കെ പറഞ്ഞു ഒരു കാലത്ത് ഇത് പൂട്ടാൻ പോയ തീരുമാനിച്ചൊരു സ്കൂളായിരുന്നു. കെട്ടിടമായിരുന്നു, പള്ളിയുടെ ഒരു വാടക കെട്ടിടമായിട്ടാണ് ഇവിടെ ഉണ്ടായത്. പിന്നെ ഒരു പൂട്ടാൻ പോയ സ്കൂള്, അത് അതിൽ നിന്നും നല്ലൊരു മാറ്റത്തിലേക്കാണ് ഇപ്പോൾ ഇത്രയും നാൾ വന്നിട്ട്. പള്ളി കമ്മിറ്റി പിന്നെ വാടക ഫണ്ട് പിരിച്ചിട്ടാണ് അവസാനം പള്ളി കമ്മിറ്റി നാട്ടുകാരും ചേർന്ന് സ്ഥലം വാങ്ങി. അങ്ങനെയാണ് സ്കൂള് നഗരസഭ ബിൽഡിംഗ് ഉണ്ടാക്കി. പിന്നെ അപ്പോൾ എല്ലാവരും ചേർന്ന് ഒരു ജനകീയമായ ഇടപെടൽ എന്ന് പറയാം അല്ലേ? എന്തല്ല പുതിയ സ്കൂൾ വന്നപ്പോ? നല്ല തന്നെ 2 മക്കൾ കൂടെ പഠിക്കുന്നുണ്ട്, 2 പെട്ടു. ഇപ്പോൾ ഈ നല്ല ബിൽഡിങ്ങും ഒക്കെ കാണുമ്പോൾ ഒരു അഭിമാനം കൂടുതലുണ്ടോ? നല്ലോണുണ്ട്, നല്ല കൂടുതലുണ്ട്, നല്ല അഭിമാനം. എപ്പോഴെങ്കിലും സത്യം പറയണേ, എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ ഇത്ര നല്ല ബിൽഡിംഗ് കിട്ടുമെന്ന്? സത്യം പറഞ്ഞു. ഇല്ല, പക്ഷെ നന്നായിട്ടുണ്ട് ഇപ്പം. ആ പഴയ സ്കൂളിന്റെ ചരിത്രം ഓർമ്മയുണ്ടോ? പഴയ സ്കൂൾ എന്ന് പറഞ്ഞാൽ മുമ്പ് ഞങ്ങളെല്ലാം പഠിച്ച സ്കൂൾ തന്നെയാണ്. ആ സ്കൂളിലാണ് പഠിച്ചല്ലേ? അതെ, അതേ സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. പഴയ ഈ കുഞ്ഞുങ്ങൾ ഈ പുതിയ സ്കൂളിൽ പഠിക്കുമ്പോൾ അവരോട് കുറച്ച് കുശുമ്പോ ഒന്നുണ്ടോ? ഒന്നുമില്ല, നല്ല കുട്ടികളെ, നല്ല ഇപ്പോൾ കുറച്ച് ആളുകളും കുട്ടികളെല്ലാം ഇപ്പോൾ ഉണ്ട്. മുമ്പേ അങ്ങനെ ഉണ്ടായില്ല. സ്കൂളിൽ പൂട്ടാൻ പോയ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. പൂട്ടാൻ പോകുന്ന അവസരത്തിൽ നമ്മൾ എല്ലാവരും കൂടി സംഘടിച്ച് അവിടെ കുട്ടികളെല്ലാം ചേർത്ത്. അപ്പോൾ സ്കൂളിൽ നല്ലതില്ലാതെ കൊണ്ടാണ് അന്ന് കുട്ടികളായിട്ട് ചേർക്കാതിരുന്നത്. 2011-16 കാലഘട്ടമാണ് അല്ലേ? ആ സമയത്തല്ലേ സ്കൂൾ പൂട്ടാൻ പോയത്? അതെ അതെ. അപ്പോൾ പിന്നെ അന്നേരം പിന്നെ കുട്ടികളെല്ലാം സ്കൂളിൽ വീടിഞ്ഞ് വീണ് പോകുമോ എന്നുള്ള ഒരു പള്ളി കെട്ടിടത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല എല്ലാവരും നമ്മളെ നിസാദ് വന്നതിന് ശേഷം കൗൺസിലർ വന്ന് പിന്നെ പള്ളി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് സ്ഥലങ്ങളെല്ലാം എടുത്ത് അപ്പോൾ അവർ നല്ല സുഖമായിട്ട് നല്ലൊരു ബിൽഡിംഗ് ഉണ്ടാക്കി. ഇപ്പം നല്ല കുട്ടികളുണ്ട്, നല്ല മോശമില്ല, നല്ല കാര്യം തന്നെയാണ്. ഇപ്പോൾ 2011 പൂട്ടാൻ, ആ സമയത്താണ് പൂട്ടാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞു. അന്ന് UDF സർക്കാരാണ് ഈ നാട് ഭരിച്ചിരുന്നത്. അതിനുശേഷം ഇപ്പോൾ 2 LDF സർക്കാർ വന്നു. ആ ഒരു മാറ്റം പ്രകടമാണ്, അതാണ് ചോദിച്ചത്. അതെ അതെ അതെ, അതുകൊണ്ട് തന്നെയാണ് മാറ്റം കാണുന്നത്. കുറച്ച് ഇപ്പൊ ഈ ബിൽഡിങ്ങിലേക്ക് ഇപ്പം വരുമ്പോ എന്താ മനസ്സിൽ തോന്നുന്നു? പഴയ ആ പഠനകാലം, അവിടുത്തെ പഠനകാലോ ഇന്ന് കുട്ടികൾ പഠിക്കുന്നത്? നല്ല AC റൂം മാതിരി നല്ല കണ്ടീഷനായില്ല, നല്ല സുഖമാണ്. ഓക്കെ, നല്ലതാണ്, നല്ലതന്നെ ആഗ്രഹിക്കും. ഗംഭീരമായിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ച് നമ്മളെ കൗൺസിലർ എടുത്ത് പറയുമ്പോൾ ഒരു കൊല്ലം കൊണ്ട് ഇത് പൂർത്തീകരിക്കും എന്ന് പറഞ്ഞാൽ അതേപോലെ പൂർത്തീകരിച്ച് തരുകയും ചെയ്തിട്ടുണ്ട്. പറഞ്ഞ വാക്ക് വലിച്ചു. അപ്പം പള്ളി കമ്മിറ്റിക്ക്, നാട്ടുകാർക്ക്, മുനിസിപ്പാലിറ്റിക്ക്, കൗൺസിലർ ബിഗ് സല്യൂട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ മാറ്റങ്ങൾ തുടരട്ടെ. ഈ കാഴ്ചകൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ട് ഞങ്ങൾ നാട്ടുവണ്ടി യാത്ര തുടരുകയാണ്.
അപ്പോൾ യാത്ര അവസാനിപ്പിക്കുന്നില്ല, മറ്റൊരിടത്ത് വീണ്ടും കാണാം.